പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 1 EVS പെഡഗോജിയുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. കുറവ് മാർക്കാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് കാരണം? താഴെ പറയുന്നവയിൽ ഏതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് കാരണം? കുട്ടി താഴ്ന്ന സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നും വരുന്നു. കുട്ടിയുടെ വിജയങ്ങൾക്ക് ധനപരമായ പാരിതോഷികം നൽകുന്നില്ല. കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല. കുട്ടിക്ക് പരീക്ഷകൾ എഴുതാൻ മുഷിവ് തോന്നുന്നു. ഇതിലേതായിരിക്കും ഒരു കുട്ടിയുടെ സ്കൂൾ പരീക്ഷയിലെ തോൽവിക്ക് ഏറ്റവും അനുയോജ്യമായ കാരണം? കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകുന്നില്ല എന്നതാണ് കറക്റ്റ് ആൻസർ. കുട്ടിയുടെ ആവശ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചുള്ള അധ്യാപനം നൽകിയാൽ മാത്രമേ കുട്ടികൾക്ക് പഠനത്തിൽ ശോഭിക്കാൻ കഴിയൂ. ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഗവേഷകർ സമജാത ഇരട്ടകളിൽ ധാരാളം പഠനങ്ങൾ നടത്തുകയും അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? വികസനത്തെ പാരിസ്ഥിതിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാമൂഹ്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു, വികസനത്തെ സാംസ്കാരിക ഘടകങ്ങൾ സ്വാധീനിക്കുന്നു. സമജാത ഇരട്ടകളിൽ നടത്തിയ പഠനം അവരുടെ ബുദ്ധിശക്തി വളരെയധികം ബന്ധമുള്ളതായി കണ്ടെത്തി. അതിന് എന്താണ് കാരണം? വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു എന്നതാണ്. ഏറ്റവും സമജാത ഇരട്ടകളിൽ നടത്തിയ അവരുടെ പഠനങ്ങൾ തെളിയിച്ചത് എന്താണ്? സൂചിപ്പിക്കുന്നത് വികസനത്തെ പാരമ്പര്യ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സമീപസ്ഥ വികാസ മണ്ഡലം ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ്? വൈഗോഡ്സ്കി, പിയാഷെ, നോം ചോംസ്കി, ബ്രൂണർ. സമീപസ്ഥ വികാസ മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ്? കറക്റ്റ് ആൻസർ വൈഗോഡ്സ്കി ആണ്. വൈഗോഡ്സ്കി ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം രൂപപ്പെടുത്തിയത്. ഗൃഹപാഠം ചെയ്യാത്തതിന് ഒരു ടീച്ചർ ഒരു കുട്ടിയെ ശിക്ഷിക്കുന്നു. വേറൊരു ടീച്ചർ അതേ കുട്ടിയെ കുറവ് മാർക്ക് ലഭിച്ചതിന് ശിക്ഷിക്കുന്നു. എല്ലാ ടീച്ചർമാരും കുട്ടികളെ ശിക്ഷിക്കുന്നു എന്ന നിർണയത്തിൽ കുട്ടി എത്തിച്ചേരുന്നു. ഇത്തരത്തിലുള്ള ചിന്തയെ വിളിക്കുന്നത് യുക്തിചിന്ത, പ്രശ്നപരിഹാരം, അന്വേഷണം, സർഗപരത. എന്താണ് ആൻസർ? യുക്തിചിന്തയാണ് കറക്റ്റ് ആൻസർ. കുട്ടി രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ നിരീക്ഷിക്കുന്നു, അവയിൽ നിന്ന് പൊതുവായൊരു നിഗമനത്തിലെത്തുന്നു. ഇത്തരത്തിലുള്ള പൊതുവായ നിഗമനത്തിലേക്കുള്ള ചിന്തയാണ് യുക്തിചിന്ത. ഇതിൽ ഈ ഓപ്ഷൻസിൽ പ്രശ്നപരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്തലാണ്. അന്വേഷണം പുതിയത് അന്വേഷിക്കൽ, സർഗപരത പുതുമയുള്ള സൃഷ്ടിപരമായ ചിന്ത. അപ്പൊ ഇവിടെ ആൻസർ യുക്തിചിന്തയാണ്. നെക്സ്റ്റ്, 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് പെൻസിൽ ശരിയായി പിടിച്ച അക്ഷരങ്ങൾ എഴുതാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നു. താഴെ പറയുന്നവയിൽ ഇതിന് കാരണം ഏതാണ്? അവന്റെ പഠനാന്തരീക്ഷം, അവന്റെ പഠന വേഗം, അവന്റെ പഠന ശൈലി, പഠനത്തിനുള്ള അവന്റെ പരിപക്വനം. ഏതാണ് കറക്റ്റ് ആൻസർ? പഠനത്തിനുള്ള അവന്റെ പരിപക്വനം എന്നാണ്. ഈസ് മെച്ചുറേഷൻ ഫോർ ലേണിംഗ്. ഇതാണ്. അപ്പോൾ 3 വയസ്സുള്ള കുട്ടിയുടെ സൂക്ഷ്മ ചലന കഴിവുകൾ പരിപക്വമല്ലാത്തതിനാൽ പെൻസിൽ ശരിയായി പിടിക്കാൻ കഴിയുന്നില്ല. 5 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ശരീരത്തിലും അതുപോലെ മസ്തിഷ്ക വളർച്ചയൊക്കെ ഉണ്ടായി പരിപക്വത കൈവരിക്കുന്നതിനാൽ എഴുത്ത് പോലെയുള്ള പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പോൾ പഠനത്തിനുള്ള അവന്റെ പരിപക്വനമാണ് കറക്റ്റ് ആൻസർ. ഒരു ടീച്ചർ കുട്ടികളിൽ പ്രശ്നപരിഹരണ ശേഷി വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു.
താഴെ പറയുന്നവയിൽ ഏതാണ് ഇതിന് സഹായകമാകുന്നത്? കുട്ടികൾക്ക് ക്ലാസ് ടെസ്റ്റുകൾ നൽകുക, കുട്ടികൾക്ക് ഇമ്പോസിഷൻ നൽകുക, കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളെ അധ്യാപനത്തിൽ ശ്രദ്ധിക്കാൻ പ്രേരിപ്പിക്കുക. ഏതാണ് കറക്റ്റ് ആൻസർ? കുട്ടികളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കുട്ടി സ്വയം, അതായത് പ്രശ്ന പരിഹരണ ശേഷി, കുട്ടി സ്വയം ചിന്തിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കറക്റ്റ് ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തലിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഏതാണ്? കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുക, മാർഗദർശനവും ഉപബോധവും നൽകുക, കുട്ടികളെ പതിവായും ചിട്ടയോടും കൂടി വിലയിരുത്തുക, വ്യത്യസ്തനായ ഒരു കുട്ടിയെ കണ്ടെത്തുക. പ്രസ്താവന 2ഉം 4ഉം, പ്രസ്താവന 1ഉം 3ഉം, പ്രസ്താവന 2 മാത്രം, പ്രസ്താവന 4 മാത്രം. അപ്പൊ ഇതിൽ ഏതാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തുടർച്ചയായതും സമഗ്രമായതുമായ വിലയിരുത്തൽ, അതായത് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ CCE, ഈ വിലയിരുത്തലിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? പ്രസ്താവന 1ഉം 3ഉമാണ് കറക്റ്റ് ആൻസർ. കുട്ടികളിലെ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു, അതുപോലെ കുട്ടികളെ പതിവായും ചിട്ടയോടുകൂടിയും വിലയിരുത്തുന്നു. അപ്പൊ മാർഗദർശനവും ഉപബോധവും നൽകുക എന്നത് CCEയുടെ പരോക്ഷമായ ഗുണഫലമാണ്, മുഖ്യ ലക്ഷ്യമല്ല. അപ്പൊ കറക്റ്റ് ആൻസർ പ്രസ്താവന 1ഉം 3ഉമാണ്. താഴെ പറയുന്നവയിൽ കുട്ടികളുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏത്? ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക, ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക, ടീച്ചർ കുട്ടികളെ ലക്ഷ്യം നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുക, ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക. അപ്പൊ ഒരു കുട്ടിയുടെ വിജയത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകം ഏതാണ്? ഇതില് ടീച്ചർ കുട്ടിയെ ഓരോ സമയവും പ്രോത്സാഹിപ്പിക്കുക, അത് കറക്റ്റാണ്. ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക, ഇതാണ് കറക്റ്റ് ആൻസർ. ടീച്ചർ കുട്ടികളോട് ഫലപ്രദമായ രീതിയിൽ ആശയവിനിമയം നടത്താതിരിക്കുക. IAS പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പൂർവ്വ വിദ്യാർത്ഥിയെ അനുമോദിക്കാൻ സ്കൂൾ അധികൃതർ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാസ്ലോയുടെ സിദ്ധാന്ത പ്രകാരം ഇത്തരത്തിൽ അന്തസ്സുള്ള സ്ഥാനത്ത് എത്തിപ്പെടുന്നതിനെ കാണിക്കുന്നത് ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷിതത്വ ആവശ്യങ്ങൾ, ആത്മാഭിമാന ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം. എന്താണ് കറക്റ്റ് ആൻസർ? ആത്മസാക്ഷാത്കാരമാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ. ഒരാൾ തൻ്റെ കഴിവുകളും ശേഷികളും പരിപൂർണമായി പ്രകടിപ്പിച്ച് ഉയർന്ന ലക്ഷ്യം കൈവരിക്കുമ്പോഴാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ ആത്മസാക്ഷാത്കാരം. എക്സെപ്ഷണൽ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. അസാധാരണമായ കുട്ടികൾ എന്ന വിഭാഗത്തിൽ പെടാത്ത കുട്ടികളെ തിരിച്ചറിയുക. പ്രതിഭാധനരായ കുട്ടികൾ, മന്ദപഠിതാക്കൾ, പൊണ്ണത്തടിയുള്ള കുട്ടികൾ, മാനസിക വിമന്തരായ കുട്ടികൾ. എന്താണ് കറക്റ്റ് ആൻസർ? പൊണ്ണത്തടിയുള്ള കുട്ടികളാ. അപ്പൊ എക്സെപ്ഷണൽ എന്ന വിഭാഗത്തിൽ പെടാത്തത് പ്രതിഭാധനനായ കുട്ടികൾ, ഗിഫ്റ്റഡ് ചിൽഡ്രൻ എക്സെപ്ഷണൽ ആണ്. മന്ദപഠിതാക്കൾ, സ്ലോ ലേണേഴ്സ്, സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുള്ള കുട്ടികൾ, മാനസിക വിമന്തരായ കുട്ടികൾ, മെന്റലി ചലഞ്ചഡ് ചിൽഡ്രൻ, അവരും ഒരു എക്സെപ്ഷണൽ ആണ്. അപ്പോൾ പൊണ്ണത്തടിയുള്ള കുട്ടികൾ എന്നതാണ് കറക്റ്റ് ആൻസർ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. ആൻസറൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. അടുത്ത കുറച്ച് പെഡഗോജി ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.